9ാം ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ്, അതായത് 18ാമത്തെ പേജിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit number is 11. The number got by interchanging the digits is 27 more than the original number. What is the number? ഇവിടെ നമ്മളോട് രണ്ടക്ക സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. രണ്ടക്ക സംഖ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 അക്കങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓരോ അക്കവും എക്സും വൈയും ആയിട്ട് ഞാൻ എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഒന്നാമത്തെ അക്കം ഫസ്റ്റ് ഡിജിറ്റ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു, സെക്കൻഡ് ഡിജിറ്റ് വൈ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ രണ്ടക്ക സംഖ്യ എന്താ? ആ രണ്ടക്ക സംഖ്യയെ നമുക്ക് എക്സ് വൈ എന്ന് എഴുതാനായിട്ട് പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എക്സ് വൈ എന്ന് എഴുതുന്നത് ശരിയായിരിക്കുമോ? ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഞാൻ ഒരു ഡിജിറ്റ് 5 ആയിട്ട് എഴുതി, അടുത്ത ഡിജിറ്റ് ഞാൻ 7 ആയിട്ട് എഴുതി. ഈ 2 ഡിജിറ്റുകൾ അല്ലെങ്കിൽ ഈ 2 അക്കങ്ങൾ വെറുതെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സംഖ്യ ആകുമോ? അത് 57 57 എന്ന് വായിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലുമില്ല. അത് വെറും ചേർത്ത് വെച്ചിരിക്കുന്ന 2 അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ചേർത്ത് വെച്ചിരിക്കുന്ന അക്കങ്ങൾ 5ഉം 7ഉം ആണ് അല്ലെ. അപ്പോൾ അതിന് വെറുതെ 5 7 എന്ന് മാത്രമേ നമ്മൾ വായിക്കത്തുള്ളൂ. അതൊരിക്കലും 57 ആകുന്നില്ല. പിന്നെ എപ്പോഴാണ് 57 ആകുന്നത്? ആ 7 ഒറ്റയുടെ സ്ഥാനത്താണ്, 5 10ന്റെ സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് ഈ സംഖ്യയ്ക്ക് ഒരു വില വരുന്നുള്ളൂ. അത് 57 ആകുന്നുള്ളൂ. അല്ലെങ്കിൽ 2 ചിത്രങ്ങൾ 5ന്റെ ഒരു ചിത്രവും 7ന്റെ ഒരു ചിത്രവും വെറുതെ അടുപ്പിച്ച് വെച്ചു, അപ്പൊ അതിന് നമ്മൾ 5 7 എന്ന് മാത്രമേ വായിക്കത്തുള്ളൂ. ആ സംഖ്യയ്ക്ക് ഒരു വില ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ആ സംഖ്യ 57 ആകണമെങ്കിൽ 7 ഒറ്റയുടെ സ്ഥാനത്താണ്, 5 10ന്റെ സ്ഥാനത്താണ് എന്ന് നമ്മൾ ആ സ്ഥാനവില കൊടുത്തെങ്കിൽ മാത്രമേ ഈ സംഖ്യ എത്രയാകത്തുള്ളൂ? 57 എന്ന് പറയുന്ന ഒരു വില അല്ലെങ്കിൽ 57 ആകത്തുള്ളൂ. അതുകൊണ്ട് എക്സ് വൈ എന്ന് പറയുന്ന എക്സും വൈയും കൂടെ ചേർത്ത് വെച്ച ഒരു ചിത്രം അതൊരിക്കലും ഒരു 2-digit നമ്പർ ആയിട്ട് പറയത്തില്ല. പിന്നെ എങ്ങനെയായിരിക്കും നമ്മൾ ഈ എക്സും വൈയും ചേർത്ത് ആ 2-digit നമ്പർ എഴുതുന്നത്? അതിനുവേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ ഈ എക്സാമ്പിളിൽ 57നെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ട് പോവാണ്. അപ്പൊ 57നെ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത്? 50 + 7 എന്നല്ലേ എഴുതുന്നത്? 50 + 7 ദെൻ ഈക്വൽ ടു സ്ഥാനവില അനുസരിച്ച് എങ്ങനെ എഴുതുന്നത്? 5 × 10 + 7 എന്നല്ലേ എഴുതുന്നത്? അപ്പോഴല്ലേ 57 ആകുന്നത് അല്ലെ. 5 × 10 + 7, അതായത് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താ? ഈ 5 10ന്റെ പ്ലേസിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് അതിന്റെ വില എത്രയായി? 5 × 10 50 ആയി. 7 ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ വൺസിന്റെ പ്ലേസിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് 7 × 1 അതായത് 7 എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് ആ സംഖ്യയെ 57നെ നമ്മൾ സ്ഥാനവില അനുസരിച്ച് എഴുതി. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് 57 കിട്ടിയത്. അല്ലാണ്ട് വെറും 5 + 7 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 57 കിട്ടത്തില്ലല്ലോ, ഇല്ല. അപ്പൊ സ്ഥാനവില അനുസരിച്ച് എഴുതിയാൽ മാത്രമേ ആ സംഖ്യയ്ക്ക് ഒരു വാല്യൂ വരത്തുള്ളൂ. 57നെ സ്ഥാനവില അനുസരിച്ച് എഴുതുന്നത് എങ്ങനെയാ? 5 × 10 + 7, അപ്പോഴാണ് 57 നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സ്ഥാനവില രീതിയിലാണ് നമ്മുടെ ചരങ്ങൾ ഉപയോഗിച്ചും രണ്ടക്ക സംഖ്യനെ എഴുതുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നു 5 ഏത് സ്ഥാനത്തായിരുന്നു? 10ന്റെ സ്ഥാനത്ത്. ഇവിടെ 10ന്റെ സ്ഥാനത്ത് ഫസ്റ്റ് ഡിജിറ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 10ന്റെ സ്ഥാനത്തെ ഡിജിറ്റ് എക്സ് ആണല്ലേ അതിന്റെ അർത്ഥം. അതായത് 10ന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് ആണ്. അപ്പൊ 10ന്റെ സ്ഥാനത്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ 5നെ 10 കൊണ്ട് ഗുണിച്ചില്ലേ? അപ്പൊ ഇവിടെയും എക്സിനെ 10 കൊണ്ട് ഗുണിക്കണം. അതായത് എത്ര കിട്ടും? 10x 10x. ദെൻ അടുത്തതിന് എന്താ? പ്ലസ് വൺസിന്റെ പ്ലേസിലെ നമ്പർ, വൺസിന്റെ പ്ലേസിൽ അതായത് രണ്ടാമത്തെ അക്കം ഏതാണ്? y. അതായത് 10x + y എന്ന് പറയുന്നതാണ് ഒരു രണ്ടക്ക സംഖ്യ. അപ്പോൾ നമ്മളിവിടെ എക്സും വൈയും ചേർത്ത് ഒരു 2-digit നമ്പർ ഉണ്ടാക്കി. ഈ ചോദ്യത്തിൽ ഇന്റർചേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഡിജിറ്റുകൾ ഇന്റർചേഞ്ച് ചെയ്യുന്ന സംഖ്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനത്തെ സംഖ്യ ഏതാണെന്ന് നോക്കാം. ഡിജിറ്റുകൾ അല്ലെങ്കിൽ അക്കങ്ങൾ പരസ്പരം മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന രണ്ടക്ക സംഖ്യ ഏതാണെന്ന് നമുക്ക് വീണ്ടും നോക്കാം. അപ്പൊ അക്കങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് ഏതാ വരുന്നത്? ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് എക്സും സെക്കൻഡ് ഡിജിറ്റ് വൈയും ആയിരുന്നു അല്ലെ. അപ്പൊ ഡിജിറ്റുകൾ ഞാൻ ഇന്റർചേഞ്ച് ചേഞ്ച് ചെയ്യുവാണ് പരസ്പരം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് ഏതായിട്ട് വരും? y ആയിട്ട് വരും അല്ലെ. സെക്കൻഡ് ഡിജിറ്റോ അത് എക്സ് ആയിട്ടും വരും. അങ്ങനെയാണെങ്കിൽ ആ രണ്ടക്ക സംഖ്യ എങ്ങനെയാ? നമ്മൾ പറഞ്ഞു രണ്ടക്ക സംഖ്യ എഴുതുമ്പോൾ ഇതേ രൂപത്തിലാണ് എഴുതുന്നത്. 10ന്റെ സ്ഥാനത്ത് വരുന്നതിനെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് എഴുതുന്നത്. ഇവിടെ അപ്പൊ 10ന്റെ സ്ഥാനത്ത് ഏതാ? y അല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതിക്കോണം? 10y പ്ലസ് ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ വൺസിന്റെ പ്ലേസിൽ ഏതാ? x + x. ഇതാണ് നമുക്ക് ഡിജിറ്റുകൾ ഇന്റർചേഞ്ച് കിട്ടുന്ന രണ്ടക്ക സംഖ്യ. ഇനി നമ്മൾ സമവാക്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോവുക. അപ്പൊ ഓരോന്ന് വായിച്ചു നോക്കിയേ. The sum of the digits of a 2-digit number is 11. ഡിജിറ്റുകളുടെ സമ്മ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 11 അല്ലെ. അപ്പൊ ഡിജിറ്റുകൾ ഏതാ? ഇതിനകത്ത് ഡിജിറ്റുകളുടെ സംഖ്യ ഏതാ? എക്സും വൈയും എന്താണ്? ഡിജിറ്റ് മാത്രമേ ഉള്ളൂ അല്ലെ. ഡിജിറ്റുകൾ അതായത് വെറും അക്കങ്ങൾ മാത്രം, എക്സും വൈയും അക്കങ്ങൾ മാത്രം. സംഖ്യ ഏതാണ്? 10x + y. ഇതാണ് സംഖ്യ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അക്കങ്ങളുടെ തുക 11 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? അക്കങ്ങളുടെ തുക, അക്കങ്ങൾ ഏതൊക്കെയാ? എക്സും എക്സ് + വൈയും അല്ലെ. തുക ഈക്വൽ ടു എത്രയാന്ന് പറഞ്ഞിരിക്കുന്നത്? 11. അത് ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിക്കേ. The number got by interchanging the digit is 27 more than the original number. അപ്പോൾ ഒറിജിനൽ നമ്പർ ഏതാണ്? 10x + y അല്ലെ. അപ്പൊ ആദ്യത്തെ നമ്പറിനെയാണ് ഒറിജിനൽ നമ്പർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ 10x + y ആണ് ഒറിജിനൽ നമ്പർ. അപ്പോൾ ഒറിജിനൽ നമ്പറിനെ കഴിഞ്ഞും 27 കൂടുതലാണ് പുതിയ സംഖ്യ, അതല്ലേ അതിന്റെ അർത്ഥം. അപ്പോൾ ഒറിജിനൽ നമ്പറിനെ കഴിഞ്ഞും, ഒറിജിനൽ നമ്പർ ഏതാണ്? 10x + y അല്ലെ. അതിനെ കഴിഞ്ഞും 27 കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ 27 കൂട്ടുന്നതല്ലേ. അപ്പോൾ +27.
അപ്പോൾ അങ്ങനെ 27 കൂട്ടിയാൽ കിട്ടുന്നതാണ് പുതിയ നമ്പർ, ഇന്റർചേഞ്ച് ചെയ്ത നമ്പർ അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ 27 കൂട്ടിയാൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്? പുതിയ സംഖ്യ ഏതാണ്? 10y പ്ലസ് എക്സ്. 10y പ്ലസ് എക്സ്. ഇനി ഈ കിട്ടിയ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കും. അതായത് സംഖ്യകളെല്ലാം ഒരു സൈഡിൽ, ചരങ്ങളെല്ലാം ഒരു സൈഡിൽ നിർത്താനായിട്ട് പോകും. അപ്പൊ ഞാൻ ആദ്യം ചരമാണ് നോക്കുന്നത്. അപ്പൊ ചരങ്ങൾ ഏതൊക്കെയാണ്? 10x ചരമാണല്ലോ. അപ്പൊ ഞാൻ ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിൽ നിർത്താൻ പോവാണ് ചരങ്ങളെല്ലാം. അപ്പോൾ 10x, പിന്നെ ഏതാ ചരം? y ചരം അല്ലെ. അപ്പോൾ പ്ലസ് y. സൈൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, ഞാൻ ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തുന്നത്, അത് കാരണം സൈൻ ചേഞ്ച് ചെയ്തില്ല. പിന്നെ ഏതാ? 27 സംഖ്യ, അതുപോലെ 10y ചരമാണല്ലേ. അപ്പൊ ഞാനത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുക. ഇവിടെ നമ്മൾ ഈക്വൽ ടു ഇതാണല്ലേ, ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്, അതിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുവാണ്. സൈൻ ചേഞ്ച് ചെയ്തില്ലേ? സോ ഇവിടെ എന്തായി? മൈനസ് 10y. ഇനി അടുത്ത് കിടക്കുന്ന ഈ എക്സും ചരമാണല്ലേ. അപ്പൊ അതിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ സൈൻ ചേഞ്ച് ആവും അല്ലെ. സോ മൈനസ്, ഇവിടെ പ്ലസ് ആയിരുന്നു, മൈനസ് എക്സ് ഈക്വൽ ടു, ചരങ്ങളെല്ലാം തീർന്നില്ലേ? എല്ലാം തീർന്നു. ഇനി ആകെ 27 മാത്രമേ എന്നുള്ളൂ നമ്പർ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആ 27നെ ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇപ്പൊ നിലവിൽ എവിടെ കിടക്കുന്നത്? ലെഫ്റ്റ് സൈഡില്ല. അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ സൈൻ ചേഞ്ച് ആവില്ലേ? അപ്പൊ നെഗറ്റീവ് ആവും അല്ലെ. സോ മൈനസ് 27. ഇനി ഇതെല്ലാം ഒന്ന് സോൾവ് ചെയ്തേ. അപ്പൊ എക്സുകൾ മൊത്തം ഒന്ന് നോക്കിക്കേ. ഇവിടെ 10x ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എക്സ് ഉണ്ട് അല്ലെ. അപ്പൊ 10x മൈനസ് എക്സ് എത്രയായി? 9x, 9x. അടുത്തതിന് എന്താണ്? ഇവിടെ ഒരു പ്ലസ് y ഉണ്ട്, മൈനസ് 10y ഉണ്ട് അല്ലെ. അതായത് ഒരെണ്ണം പോസിറ്റീവ് ആണ്, ഒരെണ്ണം നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? വ്യത്യാസം കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക അല്ലെ. വ്യത്യാസം 9 ആണ്, വലുതിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് 9y. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? മൈനസ് 27 എന്ന് പറഞ്ഞു കിട്ടും. മൈനസ് 27. ഇതിനെ ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇക്വേഷൻ കിട്ടി. ഇനി ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് പോവാം. എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ഇപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കിക്കേ. എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? 1 ആണ് അല്ലെ. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 9. നമുക്ക് കോഎഫിഷ്യൻസ് സെയിം ആക്കാനായിട്ട് പറ്റുമോ? എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ ഇക്വേഷനെ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഎഫിഷ്യൻസ് 9 ആക്കാം അല്ലെ. അപ്പൊ ഞാനിവിടെ ഒന്നാമത്തെ ഇക്വേഷനെ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാം. അപ്പൊ എന്ത് ചേഞ്ച് വരും? ഇവിടെ 9x പ്ലസ് അടുത്ത് y ഇൻറ്റു 9y ഈക്വൽ ടു ദെൻ 11 ഇൻറ്റു 9 എത്ര കിട്ടും? 99. ഇതിനെ ഞാൻ മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതും. അപ്പൊ ഇവിടെ നോക്കിക്കേ, മൂന്നാമത്തെ ഇക്വേഷന്റെയും രണ്ടാമത്തെ ഇക്വേഷന്റെയും എക്സിന്റെ കോഎഫിഷ്യന്റുകൾ രണ്ടും സെയിം അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഈ 2 ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഞാനിവിടെ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കാനായിട്ട് പോവാം. അപ്പൊ ഇക്വേഷൻ 3 3 മൈനസ് ഇക്വേഷൻ 2. അപ്പൊ എന്ത് വരും? മൂന്നാമത്തെ ഇക്വേഷൻ ആദ്യം എഴുതാം. 9x പ്ലസ് 9y ഈക്വൽ ടു 99 മൈനസ് 9x മൈനസ് 9y ഈക്വൽ ടു മൈനസ് 27. കറക്റ്റ് ആയിട്ട് സൈനൊക്കെ നോക്കണം കേട്ടോ. ഇനി സബ്ട്രാക്റ്റീവ് ആണ്. 9x മൈനസ് 9x 0. അടുത്തത് 9y മൈനസ് 9y അത്രയില്ലേ. ഇവിടെ ഒരു 9y ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, വീണ്ടും ഒരു മൈനസ് ഉണ്ട്, 9y. അപ്പൊ എന്ത് വരും? 9 മൈനസ് പിന്നെ ഇവിടുത്തെ മൈനസ് വീണ്ടും 9 അല്ലെ. അതായത് ഈ 2 മൈനസും കൂടി ചേർത്ത് പ്ലസ് ആവും. അപ്പോൾ 9 പ്ലസ് 9 18 പ്ലസ് 18y ഈക്വൽ ടു അടുത്ത് വീണ്ടും അതുപോലെ തന്നെ അല്ലേ. 99 മൈനസ് വീണ്ടും മൈനസ് 27 അല്ലെ. അതായത് 99 മൈനസ് വീണ്ടും ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് 27. ഈ 2 മൈനസ് കൂടെ പ്ലസ് ആവും അല്ലെ. ഈ 99 പ്ലസ് 27 ചെയ്താൽ പോരെ. 9 7 16 അല്ലെ. 16 ശിഷ്ടം 1. അടുത്ത് 9 2 11 11 1 12 126. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 18y ഈക്വൽ ടു 126. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു 126 ഡിവൈഡഡ് ബൈ 18. ദാറ്റ് ഈസ് ഈക്വൽ ടു 126 എത്ര പ്രാവശ്യം 18 ഉണ്ട്? 126 ഡിവൈഡഡ് ബൈ 18. 126 7 പ്രാവശ്യമാണ് 18 ഉള്ളത്. നിങ്ങൾ ഗുണിച്ച് നോക്കിയോളൂ. 7 ഇൻറ്റു 18 അത് 126 ആണ്. അപ്പൊ റിമൈൻഡർ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ആൻസർ എത്രയാണ്? 7. അതായത് വൈയുടെ ആൻസർ, വൈയുടെ വാല്യൂ 7 ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് വേണം? എക്സും കൂടെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ y ഈക്വൽ ടു 7 എന്ന് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇവിടെ 3 ഇക്വേഷൻസ് ഉണ്ടല്ലേ. ഞാനിവിടെ ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. വൈയുടെ സ്ഥാനത്ത് ഏത് ഇട്ട് കൊടുക്കാൻ പോവാണ്? 7 ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ അല്ലേ. അപ്പൊ വൈയുടെ സ്ഥാനത്ത് ഇവിടെ എത്ര എഴുതണം? 7 ഈക്വൽ ടു എക്സ് പ്ലസ് 7 ഈക്വൽ ടു 11 എന്നാണ് അല്ലേ. അപ്പോൾ 11. അടുത്ത് ഇനി കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു ഈ 7 ഈ സൈഡിലേക്ക് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ ആദ്യം 11 ആ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ നിർത്തി. അതിനുശേഷം 7 ഈ സൈഡിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഇവിടെ പ്ലസ് ആണ്, ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും. സോ മൈനസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 11 മൈനസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഒരു നമ്പറിൽ ഫസ്റ്റ് ഡിജിറ്റ് ഏതായിട്ട് കിട്ടി? എക്സ്. ഫസ്റ്റ് ഡിജിറ്റ് എക്സ്, അത് 4ഉം സെക്കൻഡ് ഡിജിറ്റ് 7ഉം ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണ്? 47 അല്ലെ. 47. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ദ പ്രൈസ് ഓഫ് 17 trophies ആൻഡ് 16 medals is 2,180 rupees. The price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? അപ്പൊ നമ്മളോട് ഇവിടെ എന്താ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? മെഡലിന്റെ വിലയാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക്
ട്രോഫിയുടെ മെഡലിന്റെ വില വേരിയബിൾ ആയിട്ട് എടുക്കാനായിട്ട് പോവാണ്. പ്രൈസ് ഓഫ് എ ട്രോഫി എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ എക്സ് ആയിട്ട് ഞാൻ എടുത്തു. അടുത്ത് എന്താണ് മെഡലിന്റെ വില അല്ലെ, അപ്പൊ അത് ഞാൻ വൈ ആയിട്ട് എടുത്തു. അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് സമവാക്യം രൂപീകരിക്കാനായിട്ട് പോവാണ്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് നോക്കിക്കേ, ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് അല്ലെ. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2180 എന്ന് കിട്ടും. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? 17 ട്രോഫിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ട്രോഫിക്ക് എക്സ്, അങ്ങനെയാണെങ്കിൽ 17 ട്രോഫിക്കോ 17 എക്സ് 17x പ്ലസ് അതും പിന്നെ ഏതും കൂടെ കൂട്ടണം 16 മെഡലിന്റെ അല്ലെ. മെഡലിന്റെ വില വൈ ആണ്. അപ്പൊ 16 മെഡലിന്റെ 16 വൈ. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2180 രൂപ. 2180 രൂപ. അതിന് ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്നാ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് ഓഫ് 16 ട്രോഫീസ്, 16 ട്രോഫിയുടെയും 17 മെഡലിനും കൂടി 2110 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 16 ട്രോഫി 16 എക്സ് അല്ലെ, 16 എക്സ് പ്ലസ് അത് പിന്നെ ഏതും കൂടെ കൂട്ടണം 17 മെഡലും കൂടെ കൂട്ടണം. ഇപ്പൊ മെഡൽ വൈ ആണല്ലോ, അപ്പൊ 17 വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 2110 രൂപയായി. അത് ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് സോൾവ് ചെയ്യണം അല്ലെ. അപ്പൊ സോൾവ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു? എക്സിന്റെ അല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻസ് ആദ്യം സെയിം ആക്കണം. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റുകൾ ഏതൊക്കെയാ? 17ഉം 16ഉം അല്ലെ. അപ്പോൾ 17ഉം 16ഉം ആണ് എക്സിന്റെ കോഎഫിഷ്യന്റുകൾ. ഇത് സെയിം ആക്കിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ സെയിം ആക്കുന്നത്? 17ന്റെയും 16ന്റെയും പട്ടിക നമ്മൾ നോക്കി, അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ എന്ന് നോക്കി ആ സംഖ്യയിലേക്ക് ഈ രണ്ട് ഇക്വേഷനെ മാറ്റി അല്ലെ. അപ്പോൾ നമുക്ക് ഈ 16ന്റെയും 17ന്റെയും പട്ടിക അറിയത്തില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? രണ്ടും നമ്മൾ പരസ്പരം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 17 അത് ആദ്യത്തെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യൻ ആണല്ലോ, അതിനെ 16 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ആ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് 16 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. രണ്ടാമത്തെ ഇക്വേഷനെയോ അത് 17 കൊണ്ടും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. രണ്ടാമത്തെ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് 17 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയിട്ട് കിട്ടും. അതൊരു മെത്തേഡാണ് നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ഒരു മെത്തേഡാണ്. വേറൊരു രീതിയിൽ ഞാനൊന്ന് ചെയ്ത് നോക്കാനായിട്ട് പോകും. ഇവിടെ 16 വൈ അല്ലേ തന്നേക്കുന്നത്, 17 എക്സും ഞാൻ രണ്ടും 16 ആക്കാനായിട്ട് പോകും. അതായത് 17 എക്സിനെ 16 ആക്കാനായിട്ട് പോകും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു എക്സിനെ അങ്ങ് എടുത്ത് മാറ്റിയാൽ പോരെ. അപ്പൊ ഞാൻ ആ ഒരു എക്സിനെ അങ്ങ് എടുത്ത് മാറ്റി പ്ലസ് ബാക്കി എത്രയുണ്ട്? 16 അല്ലെ. അപ്പൊ പ്ലസ് 16 എക്സ് എന്ന് എഴുതി പ്ലസ് 16 ബാക്കി അതേപോലെ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു 2180. ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന് രണ്ടിനകത്തും 16 ഉണ്ട് അല്ലെ. 16 എക്സ് ഇതിനകത്ത് 16 ഉണ്ട്, ഇതിനകത്ത് 16 ഉണ്ട്. അപ്പൊ ഞാൻ ആ 16നെ അങ്ങ് കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ എന്ത് വരും? ഇവിടെ ഒരു എക്സ് ഇവിടെ മാറി കിടപ്പുണ്ടേ. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് ഈ 16നെ ഞാൻ കോമൺ ആയിട്ട് എടുത്തപ്പോൾ 16 ഇൻറ്റു കോമൺ ആയിട്ട് എടുക്കുന്ന അങ്ങനെയല്ലേ, കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ബാക്കി ഇൻറ്റു ആയിട്ട് വരും. പിന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു എക്സും ഉണ്ട് പ്ലസ് ഇവിടെ ഒരു വൈയും ഉണ്ട് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2180. അതിനെ ഞാൻ മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തു. ഇവിടെ ഞാൻ അതേപോലെ തന്നെ ചെയ്തു. ഇവിടെ 16 എക്സിന്റെ 16 ആണല്ലോ, അപ്പൊ അതിന് പ്രശ്നമില്ല. ഞാൻ ഈ വൈക്ക് 17 എന്നുള്ളത് സെയിം ആക്കാൻ വേണ്ടി 16 അങ്ങാക്കി. അപ്പൊ ഒരു വൈ എടുത്ത് മാറ്റിയാൽ പോരെ, ഇവിടെ ചെയ്തതുപോലെ തന്നെ. അതുകൊണ്ട് ഞാൻ ഇവിടെ 16 എക്സ് പ്ലസ് പിന്നെ ഇവിടെ 16 വൈ ഞാൻ എടുത്തു. 16 വൈ ഒരു വൈ ബാക്കിയുണ്ടല്ലോ, അത് ഞാൻ പ്ലസ് വൈ ആയിട്ട് അങ്ങ് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2110. ഇനി ഞാൻ ഇവിടെ ചെയ്തതുപോലെ തന്നെ 16 രണ്ടിനും കോമൺ ആണല്ലോ, അപ്പൊ 16നെ ഔട്ട് സൈഡിൽ എടുത്തു. 16നെ ഔട്ട് സൈഡിൽ എടുക്കുമ്പോൾ ബാക്കി മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. സോ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഇൻറ്റു ഇവിടെ ബാക്കിയുള്ളത് എക്സ് പ്ലസ് ഇവിടെ ബാക്കിയുള്ളത് വൈ പ്ലസ് ഇവിടെ ഈ വൈ മാറി കിടക്കുന്ന വൈ ആണല്ലോ, അപ്പൊ പ്ലസ് വൈ ഈക്വൽ ടു 2110. അതിനെ ഞാൻ നാലാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. നാലാമത്തെ ഇക്വേഷൻ. ഇനി ഞാൻ ഈ മൂന്നാമത്തെ നാലാമത്തെ ഇക്വേഷനെ നോക്കുവാണ്. അതിനകത്ത് ഈ എക്സും വൈയും ചേർത്ത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് ഒറ്റയ്ക്ക് ഒരു വേരിയബിൾ ആയിട്ട് എക്സ് പ്ലസ് വൈ. ഇവിടെ ഈ എക്സ് പ്ലസ് വൈ ഉണ്ടല്ലോ, ഈ എക്സ് പ്ലസ് വൈയുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? ഇവിടെ എക്സ് പ്ലസ് വൈയുടെ കോഎഫിഷ്യന്റ് 16 ആണ് അല്ലെ. ഇവിടെ എക്സ് പ്ലസ് വൈയുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? അതും 16 ആണ്. അതായത് എക്സ് പ്ലസ് വൈയുടെ കോഎഫിഷ്യന്റ് രണ്ടിടത്തും സെയിം ആണ്. അതുകൊണ്ട് ഞാൻ ഈ രണ്ട് ഇക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നാലാമത്തെ ഇക്വേഷൻ കുറയ്ക്കാനായിട്ട് പോവാം. അപ്പൊ ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4 എന്ത് കിട്ടും നോക്കിയാലോ. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ അതേപോലെ തന്നെ എഴുതണ്ടേ. എക്സ് പ്ലസ് 16 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ 2180 മൈനസ് അടുത്ത നാലാമത്തെ ഇക്വേഷൻ. ഇപ്പോൾ അടുത്ത ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വേരിയബിൾ എല്ലാം നേരെ അടിയിലല്ലേ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. എക്സിന്റെ അടിയിൽ എക്സ്, വൈയുടെ അടിയിൽ വൈ അല്ലെ. വേരിയബിൾസ് എല്ലാം നമ്മൾ നേരെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് വേരിയബിൾ? എക്സ് വേരിയബിൾ ആണ്, എക്സ് പ്ലസ് വൈ അത് നമ്മൾ ഒറ്റ ടേം ആയിട്ട് ഒരു വേരിയബിൾ ആയിട്ട് നമ്മൾ എടുത്തു. പിന്നെ ഇവിടെ ഒരു വൈ ഇങ്ങനെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം ഏതാണ്? 16 എക്സ് പ്ലസ് വൈ, അതായത് എക്സ് പ്ലസ് വൈ അല്ലേ. അപ്പൊ എക്സ് പ്ലസ് വൈ ഈ എക്സ് പ്ലസ് വൈയുടെ അടിയിൽ തന്നെ കൃത്യം അടിയിൽ തന്നെ എഴുതിക്കോണം. അപ്പൊ ഇവിടെ എന്താണ്? 16 എക്സ് പ്ലസ് വൈ അതല്ലേ ഇവിടുത്തെ ആദ്യത്തെ ടൈം. അടുത്ത ടൈം എന്നാണ്? പ്ലസ് വൈ അല്ലേ. അപ്പൊ പ്ലസ് വൈ എന്ന് പറയുന്നത് എക്സിന്റെ അടിയിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. മുകളിൽ നമുക്ക് വൈ ഒന്നും ഇല്ലല്ലോ, അത് കാരണം ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ മതി. പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത തന്നെ എന്താണ്? 2110. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാം. ദെൻ എക്സ് മൈനസ് എക്സിന്റെ ഇവിടെ ഒന്നും ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല 0 അല്ലെ. അതായത് എക്സ് മൈനസ്
0x then plus അടുത്തത് 16x plus y minus 16x plus y x plus y എന്ന് പറഞ്ഞാൽ 16 പറ്റി രണ്ടിടത്തും അങ്ങനെ തന്നെയല്ലേ അപ്പൊ അത് 0 ആയി പോകും അല്ലെ 0. ഇനി അടുത്തത് മുകളിൽ y ഒന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല 0 അല്ലെ അപ്പൊ 0 minus y അല്ലെ 0 minus y minus y that is equal to അടുത്തതിന് റൈറ്റ് സൈഡ് 2180 മൈനസ് 2110 അല്ലെ 0 മൈനസ് 0 0 8 മൈനസ് 1 7 1 മൈനസ് 1 0 അടുത്തത് 2 മൈനസ് 2 0 അപ്പൊ ഇത് കിട്ടി 70 അല്ലെ അപ്പൊ നമുക്ക് ടോട്ടൽ ആയിട്ട് നോക്കി എന്തായിട്ട് ചെയ്യുന്നത് ഇവിടെ എക്സ് ദെൻ ഇവിടെ 0 അതൊക്കെ പോട്ടെ മൈനസ് വൈ അല്ലെ മൈനസ് വൈ ഈക്വൽ ടു ഇതെന്ന് കിട്ടി 70 എന്ന് കിട്ടി. ഇത് ഞാൻ വേറൊരു ഇക്വേഷൻ ആയിട്ട് അതായത് അഞ്ചാമത്തെ ഇക്വേഷൻ ആയിട്ട് വെറുതെ ഒരു നമ്പർ കൊടുത്താൽ കിട്ടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ അഞ്ചാമത്തെ ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ എക്സിന്റെ വാല്യൂ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിനകത്ത് നിന്ന് എങ്ങനെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം എക്സ് ഈക്വൽ ടു അതായത് ഈ മൈനസ് വൈ ഇപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ പോരെ ഇവിടെ ഒരു 70 ഇവിടെ തന്നെ കിടപ്പുണ്ട് ദെൻ മൈനസ് വൈ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് വൈ അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിട്ട് കിട്ടി 70 പ്ലസ് വൈ എന്ന് കൊടുത്തു. ഇനി ഞാനിവിടെ എക്സിന്റെ വാല്യൂ ഈ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് കൊടുക്കാനായിട്ട് പോവാണ്. അതായത് നേരെ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും രണ്ടാമത്തെ ഇക്വേഷൻ 16x അല്ലെ അപ്പൊ 16 ഇൻറ്റു എക്സ് എക്സിന്റെ സ്ഥാനത്ത് അപ്പൊ എത്രയാണ് 70 പ്ലസ് വൈ 70 പ്ലസ് വൈ ദെൻ അടുത്തെന്താ പ്ലസ് 17y അല്ലെ പ്ലസ് 17y ഈക്വൽ ടു 2110 ഇനി ഇതൊന്ന് സോൾവ് ചെയ്തേ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലെ അതായത് 16 ഇൻറ്റു 70 16 ഇൻറ്റു 70 എത്രയാ അതിനെന്ത് ചെയ്താൽ മതി 16 ഇൻറ്റു 7 ചെയ്താൽ മതി അല്ലെ അപ്പൊ 7 6 42 ശിഷ്ടം 4 ഒരു 7 7 4 11 ഒരു 0 ഇങ്ങനെ എക്സ്ട്രാ വരും അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി 1120 ദെൻ അടുത്തത് 16 ഇൻറ്റു വൈ അപ്പൊ എന്ത് കിട്ടി 16y പ്ലസ് 16y ഈ ബാക്കി പ്ലസ് 17y ദാറ്റ് ഈസ് ഈക്വൽ ടു 2110 കിട്ടി. ഇനി ഇതിനകത്ത് 16y 17y ടോട്ടൽ എത്രയായി 33 അല്ലെ 33y എന്ന് നമുക്ക് കിട്ടി അതായത് 1120 പ്ലസ് 33y ദാറ്റ് ഈസ് ഈക്വൽ ടു 2110. ഇനി എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഈ 1120നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകണം അല്ലെ അതായത് സംഖ്യകളല്ല ഒരു സൈഡിൽ നിർത്തണം ചാരങ്ങൾ അടുത്ത സൈഡിൽ നിർത്തണം അതായത് 33y എന്ന് പറയുന്ന ചാരമാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2110 അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇത് ആ സൈഡിലേക്ക് കൊണ്ടുവന്നു അല്ലെ ഇപ്പൊ ഇവിടെ പ്ലസ് ആയിരുന്നു ഇപ്പോൾ വരുമ്പോൾ മൈനസ് ആയി സോ മൈനസ് 1120 അതായത് 33y ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് സബ്ട്രാക്ട് ചെയ്തേ 0 മൈനസ് 0 0 1 മൈനസ് 2 അതായത് 11 മൈനസ് 2 9 ഇവിടെ 0 അല്ലെ അപ്പൊ ഇവിടെ നിന്ന് വീണ്ടും എടുത്തു അപ്പൊ 10 മൈനസ് 1 9 അപ്പൊ നമുക്ക് എന്ത് കിട്ടി 33y ഈക്വൽ ടു 990 അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു 990 ഡിവൈഡഡ് ബൈ 33 എന്ന് കിട്ടും അല്ലെ 99 33 പ്രാവശ്യം ഉണ്ട് 3 പ്രാവശ്യം അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പിന്നെ ഇവിടെ ഒരു 0 കൂടെ ഉണ്ട് അല്ലെ അതായത് 30 അതായത് വൈയുടെ വാല്യൂ എത്ര കിട്ടി 30 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി എക്സിന്റെ വാല്യൂ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് y ഈക്വൽ ടു 30 എന്ന് പറയുന്നത് ഇട്ട് കൊടുക്കുക ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും എളുപ്പം ഇവിടെ ഒരു അഞ്ചാമത്തെ ഇക്വേഷൻ ഇല്ലേ ഈ അഞ്ചാമത്തെ ഇക്വേഷനിലേക്ക് നോക്കി ഇട്ട് കൊടുത്ത് നോക്കാം അപ്പൊ അഞ്ചാമത്തെ ഇക്വേഷൻ എന്താണ് എക്സ് അഞ്ചാമത്തെ ഇക്വേഷൻ ചേഞ്ച് ആവും അല്ലെ അഞ്ചാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ അല്ലെ വൈ ഏതാണ് 30 എക്സ് മൈനസ് 30 ഈക്വൽ ടു 70 എന്നതാണ് ഇക്വേഷൻ ദെൻ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത് സോ എക്സ് ഈക്വൽ ടു 70 അവിടെ തന്നെ ഉള്ള കാര്യമാണ് അതുകൊണ്ട് അവിടെ നിർത്തുക മൈനസ് 30 ഇപ്പുറ സൈഡ് വരുമ്പോൾ പ്ലസ് 30 ദെൻ എക്സ് ഈക്വൽ ടു എത്ര കിട്ടി 100 എന്ന് കിട്ടി അതായത് എക്സ് ഏതായിട്ടായിരുന്നു നമ്മൾ എടുത്തത് ട്രോഫിയുടെ വില 100 എന്ന് കിട്ടി മെഡലിന്റെ വില y ഈക്വൽ ടു 30 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് വേറൊരു എളുപ്പ വഴിയിലാണ് നമ്മൾ ചെയ്തത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കുറച്ച് വലിയ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അതാണ് നമ്മൾ ആ രീതി ചെയ്യാണ്ട് ഒരു ഈസി ആയിട്ടുള്ള ഇവിടെ ഒത്തിരി മൾട്ടിപ്ലിക്കേഷൻ ഒന്നുമില്ല അല്ലെ ചെറിയ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാനായിട്ട് സാധിക്കും. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻ ഒബ്ജെക്ട് സ്റ്റാർട്ട്സ് വിത്ത് എ സ്പീഡ് ഓഫ് u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, the distance traveled in time t seconds is ut plus half at square. The distance traveled in 2 seconds is 10 meters and the distance traveled in 4 seconds is 28 meters. What was the starting speed? What is the rate at which speed is increasing? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത് ഓർക്കുന്നുണ്ടോ അവിടെ നമുക്കൊരു ഇക്വേഷൻ ഒന്നായിരുന്നു പക്ഷെ അവിടെ നമുക്ക് വേഗതയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ സ്പീഡിന്റെ ഇക്വേഷൻ ആയിരുന്നു തന്നത് ഇവിടെയോ ഡിസ്റ്റൻസിന്റെ ഇക്വേഷനാണ് തന്നിട്ടുള്ളത് ആ ഒരു ചെറിയ മാറ്റം മാത്രമേ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് തമ്മിൽ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാർട്ടിംഗ് സ്പീഡ് അല്ലെ സ്റ്റാർട്ടിംഗ് സ്പീഡും റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ് സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ യുവും പിന്നെ ഇതോ അത് എയും അപ്പൊ എയും യുവും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം ഏത് ഇക്വേഷനാണ് തന്നിരുന്നതെന്ന് പറഞ്ഞേ
ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്സ്. ടി സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ്. ആ ഇക്വേഷൻ എന്താണ്? ut പ്ലസ് ഹാഫ് at². ഇത് നിങ്ങൾക്ക് ഫിസിക്സിന് പഠിക്കാനുള്ള ഇക്വേഷൻ ആട്ടോ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്സ് ut പ്ലസ് ഹാഫ് at². ഇനി ഇതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 seconds, അതായത് 2 seconds ടൈം ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടി തന്നിട്ടുണ്ട്, അതായത് ടൈം തന്നിട്ടുണ്ട്. അതായത് ടി ഈക്വൽ ടു ടി എപ്പോഴാണ്? 2 സെക്കൻഡിലാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. 2 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു? ട്രാവൽഡ് ഇൻ 2 seconds ഈസ് 10 meters. എത്ര മീറ്റർ സഞ്ചരിച്ചു? 10 meter സഞ്ചരിച്ചു. അതായത് അവിടെ പറയുന്നത് ഈ ഇക്വേഷനിൽ ഇതെല്ലാം എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ള ഇക്വേഷൻ അല്ലെ? അപ്പൊ ഈ ഇക്വേഷനിൽ ടിയുടെ സ്ഥാനത്ത് എത്ര കൊടുത്താൽ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? എത്ര ദൂരം സഞ്ചരിച്ചു? 10 meter. 10 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഈ ഇക്വേഷനിൽ ടിയുടെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? 2 കൊടുക്കണം. അതായത് യു ഇൻറ്റു ടി അല്ലേ? അപ്പൊ ടിയുടെ സ്ഥാനത്ത് ഏത് കൊടുത്തോണം? 2 കൊടുത്തോണം. 2 പ്ലസ് അടുത്ത് ഹാഫ് എ ഇൻറ്റു ടി അല്ലേ? ടിയുടെ സ്ഥാനത്ത് 2 കൊടുത്തോണം. അപ്പൊ ഇൻറ്റു 2 at² എന്നാണ്. 2². അപ്പൊ ഇതെങ്ങനെ ചേഞ്ച് ആവും? 2 into 2 2u നമുക്ക് എഴുതാം. 2u പ്ലസ് അതേപോലെ തന്നെ ഹാഫ് 1/2 a, അതേപോലെ തന്നെ 2² ഇൻറ്റു 4. ഇവിടെ നമുക്ക് 2 സെക്കൻഡ് സഞ്ചരിച്ച ദൂരം കൂടെ തന്നിട്ടുണ്ടല്ലേ? 10 മീറ്ററിന്. അപ്പൊ ഇവിടെ ഇതിന്റെ വാല്യൂ 10 ആയിട്ട് നമുക്ക് എഴുതത്തില്ലേ? സോ ഈക്വൽ ടു 10 meter. 10 ആയിട്ട് നമുക്ക് എഴുതാം. ഈക്വൽ ടു 10. അപ്പോഴല്ലേ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഇക്വേഷൻ ഒരു സൈഡ് മാത്രമല്ലേ ആകത്തുള്ളൂ. ഇനി നമുക്കറിയാം ഈ 2 4 കൂടെ ക്യാൻസൽ ആയി പോകും അല്ലേ? ക്യാൻസൽ ആയി എത്ര എഴുതാം? 4 ക്യാൻസൽ ചെയ്ത് 2 എന്ന് എഴുതാം. അപ്പോൾ 2u പ്ലസ് a ഇൻറ്റു 2 എന്നാ വരുന്നത് അല്ലേ? അവിടെ നമുക്ക് 2a എന്ന് തന്നെ എഴുതത്തില്ലേ? 2a. അതായത് ഈ 2ഉം ഈ 4ഉം കൂടെ ഞാൻ ക്യാൻസൽ ആക്കി അവിടെ 2 എഴുതി കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഈക്വൽ ടു 10 എന്ന് വരും. അപ്പോൾ ഞാൻ അവിടെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് അത് കൊടുത്തു. ഇനി അടുത്ത സെന്റൻസ് എന്താ പറയുന്നത്? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 seconds. അടുത്ത ടി ഈക്വൽ ടു എത്ര ആയിട്ട് എടുക്കണം? 4 ആയിട്ട് എടുക്കണം അല്ലേ? അതായത് ടി ഈക്വൽ ടു 4 ആയിട്ട് എടുക്കുമ്പോൾ ഇക്വേഷൻ എന്താ ചേഞ്ച് വരുന്നത് നോക്കിക്കേ. ut അല്ലേ? u ഇൻറ്റു 4 പ്ലസ് 1/2 ഇൻറ്റു ഇവിടെ a അല്ലേ? a ഇൻറ്റു t². ടി എത്രയായിരുന്നു? എത്രാമത്തെ സെക്കൻഡ്? 4ാമത്തെ സെക്കൻഡ്. 4ന്റെ സ്ക്വയർ. അപ്പൊ അതെടുക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് അല്ലേ കിട്ടുന്നത്? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 28 മീറ്ററിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. u ഇൻറ്റു 4 4u പ്ലസ് അടുത്ത് ഇവിടെ 1/2 ഇൻറ്റു a ഇൻറ്റു 4² 16 ഈക്വൽ ടു വീണ്ടും 28. ഇനി നമുക്ക് ഇതൊന്നുകൂടെ സോൾവ് ചെയ്യാലോ. അതായത് 2ഉം 16ഉം കൂടെ ക്യാൻസൽ ആയി എത്ര കിട്ടും? 2ഉം 16ഉം കൂടെ ക്യാൻസൽ ആയി 8 കിട്ടും അല്ലെ? 16ൽ 8 പ്രാവശ്യം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4u പ്ലസ് a ഇൻറ്റു 8, അതായത് 8a ഈക്വൽ ടു 28. അത് ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. ഈ 2 ഇക്വേഷൻസ് കമ്പയർ ചെയ്തേ. യുവിന്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? യുവിന്റെ ഇവിടെ 2, ഇവിടെ 4 അല്ലെ? അതായത് ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോഎഫിഷ്യന്റ് 4 ആകത്തില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാം. സോ ഇക്വേഷൻ 1 ഇൻറ്റു 2. അപ്പൊ എന്ത് ചേഞ്ച് വരും? 2 ഇൻറ്റു 2u 4u പ്ലസ് 2 ഇൻറ്റു 2a 4a ഈക്വൽ ടു ദെൻ 2 ഇൻറ്റു 10 20. അത് ഞാൻ മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. അപ്പൊ ഈ മൂന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നോക്കിക്കും. യുവിന്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 4 വെച്ചാൽ രണ്ടും സെയിം ആണ്, അതേപോലെ തന്നെ സെയിം സൈനുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ വലിയ ഇക്വേഷൻ? അതുകൊണ്ട് ഞാൻ 2ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാം. അതായത് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 3. പിന്നെ എങ്ങനെ എഴുതാം? ഇക്വേഷൻ 2 ആദ്യം എഴുതണം അല്ലെ? അതായത് 4u പ്ലസ് 8a ഈക്വൽ ടു 28 മൈനസ് 4u പ്ലസ് 4a ഈക്വൽ ടു 20. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 4u മൈനസ് 4u 0 അല്ലെ? 0. ദെൻ 8a മൈനസ് 4a 4a ഈക്വൽ ടു 28 മൈനസ് 28. അതായത് 4a ഈക്വൽ ടു 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എയോ? a ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അതായത് എയുടെ വില എത്ര കിട്ടി? 2 എന്ന് കിട്ടി. എ എന്തായിരുന്നു? ഓരോ സെക്കൻഡിലും കൂടുന്ന വേഗത്തിന്റെ നിരക്ക് അല്ലെ? അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടി. ഇനി എന്തുകൂടെ കണ്ടുപിടിക്കണം? തുടക്കത്തിലെ വേഗം, അതായത് യുവും കൂടെ കണ്ടുപിടിക്കണം അല്ലെ? അതായത് യു കിട്ടാൻ എന്ത് ചെയ്യണം? a ഈക്വൽ ടു 2 എന്ന വാല്യൂ നമ്മുടെ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിത് ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവാം. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ എന്ത് ചേഞ്ച് വരും? 2u പ്ലസ് അടുത്ത എന്താ? 2a അല്ലെ? അതായത് 2 ഇൻറ്റു എയുടെ വാല്യൂ എത്ര കിട്ടിയത് നമുക്ക്? 2 ഈക്വൽ ടു 10. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. അപ്പോൾ 2u പ്ലസ് 2 ഇൻറ്റു 2 4 ഈക്വൽ ടു 10. നേരത്തെ എന്ത് ചെയ്യണം? ആ നമ്പറുകൾ ഒരു സൈഡിലും വേരിയബിൾ u ഒരു സൈഡിൽ നിർത്തണം. അതായത് 4 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അതായത് 2u ഈക്വൽ ടു 10 അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദെൻ ഇവിടെ 4 പോസിറ്റീവ് ആണ്, സോ -4.
അതായത് 2u ഈക്വൽ ടു 6 u ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ അല്ലെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഇവിടെ വരുമ്പോൾ ഡിവിഷൻ, ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതായത് തുടക്കത്തിലെ വേഗത നമ്മൾ ഏത് യൂണിറ്റിലാണ് പറയുന്നത്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ തുടക്കത്തിലെ വേഗത 3 മീറ്റർ പെർ സെക്കൻഡ് എന്നും വേഗം കൂടുന്ന നിരക്ക് എത്രയെന്ന് കിട്ടി? 2 മീറ്റർ പെർ സെക്കൻഡ് എന്നും നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം ഒന്ന് നോക്കിക്കേ. എ 2-digit number is equal to 6 times the sum of its digits. The number got by interchanging the digits is 9 more than 4 times the sum of the digits. What is the number? അപ്പോൾ ഇവിടെ നേരത്തെ കണക്ക് പോലെ തന്നെ ഒരു 2-digit നമ്പറിന്റെ കേസല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ എളുപ്പമല്ലേ? 2-digit നമ്പർ കൺസ്ട്രക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് എക്സ് ആയിട്ട് എഴുതി, സെക്കൻഡ് ഡിജിറ്റോ വൈ ആയിട്ട് എഴുതി. അങ്ങനെയാണെങ്കിൽ 2-digit നമ്പർ ഏതാണ്? എക്സ് വൈ എന്ന് ഒരിക്കലും നമ്മൾ എഴുതത്തില്ല അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ എഴുതുന്നത്? വൺസിന്റെയും ടെൻസിന്റെയും പ്ലേസ് പറഞ്ഞു കൊടുത്ത് തന്നെയാണ് നമ്മൾ 2-digit നമ്പർ എഴുതുന്നത്. അപ്പോൾ അതെങ്ങനെ വരും? ടെൻസിന്റെ പ്ലേസിൽ ഏതാ? എക്സ് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതും? 10x പ്ലസ് വൈ എന്ന് നമുക്ക് എഴുതും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന സംഖ്യയുടെ കാര്യം അല്ലെ. അപ്പൊ നമ്മൾ അത് ഞാൻ എഴുതാൻ പോവാണ്. ഡിജിറ്റുകൾ ഇന്റർചേഞ്ച് ചെയ്യണം അല്ലെ. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എക്സ് ആണോ? ഇനി അല്ല, ഫസ്റ്റ് ഡിജിറ്റ് ഞാൻ ചേഞ്ച് ചെയ്ത് രണ്ടാമത്തെ ഡിജിറ്റിലേക്ക് എഴുതി. സെക്കൻഡ് ഡിജിറ്റ് ആണ് എക്സ്, ഫസ്റ്റ് ഡിജിറ്റോ വൈ. ഡിജിറ്റുകൾ ഇന്റർചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്പറിന് വരുന്ന വ്യത്യാസം എന്നാ? ഇവിടെ 10ന്റെ പ്ലേസിലാണ് ഇവിടെ വൈ അല്ലെ. അതായത് 10y പ്ലസ് എക്സ് എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഇനി ഇക്വേഷൻസ് എങ്ങനെയാണ് എഴുതുന്നത്? ഒന്നാമത് നോക്കിക്കേ. എ 2-digit number is equal to 6 times the sum of its digits. 2-digit നമ്പർ ആരോട് ഈക്വൽ ആണ്? ആ ഡിജിറ്റുകളുടെ സമ്മിന്റെ 6 മടങ്ങിനോട് ഈക്വൽ ആണ്. അതായത് നമ്മുടെ 2-digit നമ്പർ ഏതാണ്? 10x പ്ലസ് വൈ അല്ലെ. അതായത് 10x പ്ലസ് വൈ ആരോട് ഈക്വൽ ആണ്? സമ്മിന്റെ 6 ടൈംസിനോട്. 6 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? 6 കൊണ്ട് ഗുണിക്കുക അല്ലെ. 6 മടങ്ങ്, അല്ലെങ്കിൽ 6 ടൈംസ് എന്ന് പറയാൻ 6 കൊണ്ട് ഗുണിക്കുക. 6 ഇൻറ്റു ആരെ ഗുണിക്കേണ്ടത്? ഡിജിറ്റുകളുടെ സമ്മിനെ. ഡിജിറ്റുകൾ ഏതാണ്? എക്സും വൈയും. എക്സ് പ്ലസ് വൈ സമ്മിനെ 6 കൊണ്ട് ഗുണിച്ചു. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. അപ്പൊ എന്ത് കിട്ടും? 10x പ്ലസ് വൈ ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലെ. അതായത് 6x 6 കൊണ്ട് ഗുണിക്കുക. 6x പ്ലസ് അടുത്ത് 6y. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാ? ചരങ്ങളെല്ലാം ഒരു സൈഡിൽ എഴുതണം, നമ്പറുകൾ അടുത്ത സൈഡിൽ എഴുതണം. ഇപ്പൊ ചരങ്ങൾ ഏതൊക്കെയാണ്? 10x ചരമാണ് അല്ലെ. അതായത് 10x. അടുത്തത് y ചരമാണ്, പ്ലസ് y. അടുത്തത് 6xും ചരമാണ് അല്ലെ. പക്ഷെ ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണ്ടേ, അതുകൊണ്ട് മൈനസ് 6x. 6y ചരവാ അല്ലെ. അപ്പൊ ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് വീണ്ടും ഈക്വൽ ടുവിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ മൈനസ് 6y. ചരങ്ങളെല്ലാം തീർന്നല്ലോ. ഈക്വൽ ടു. ഇനി സംഖ്യകൾ നോക്കിക്കേ. സംഖ്യകൾ തപ്പിയപ്പോ സംഖ്യകളൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ പിന്നെ ബാക്കി ഇവിടെ ഉണ്ട്. ബാക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 എന്നതിന്റെ അർത്ഥം 0. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. 10x മൈനസ് 6x. അപ്പൊ എന്ത് വരും? 4x. ദെൻ y മൈനസ് 6y. വൈയിൽ നിന്ന് 6y കുറച്ചാൽ എത്ര കിട്ടും? മൈനസ് 5y. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. ഈ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിക്കേ. ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. ഇന്റർചേഞ്ച് ചെയ്ത ശേഷം കിട്ടിയ നമ്പർ ഏതാണ്? 10y പ്ലസ് y അല്ലെ. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? 9 മോർ ദാൻ 4 ടൈംസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ്. അതായത് ഡിജിറ്റുകളുടെ സമ്മിന്റെ 4 മടങ്ങിനോട് എത്രയും കടം കൂട്ടണം? 9 കൂട്ടിയാലേ ഇത് കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന സംഖ്യ, അതായത് ഇതാണല്ലോ ആ സംഖ്യ, 10y പ്ലസ് എക്സ്. ആ സംഖ്യ ഈക്വൽ ടു എങ്ങനെ കിട്ടും? സമ്മിന്റെ 4 മടങ്ങിനോട് 9 കൂട്ടണം അല്ലെ. അപ്പോൾ സമ്മിന്റെ എക്സ് പ്ലസ് വൈ സമ്മിന്റെ 4 മടങ്ങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുന്നതല്ലേ. അതായത് ഇൻറ്റു 4 മടങ്ങിനോട് പ്ലസ് 9 കൂടെ കൂട്ടണം, എന്നാലേ ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലെ. നമുക്ക് നോക്കാം. 10y പ്ലസ് എക്സ് ഈക്വൽ ടു ബ്രാക്കറ്റ് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേക്കും അല്ലേ. അപ്പൊ 4 ഇൻറ്റു എക്സ് 4x പ്ലസ് ഇവിടെ പ്ലസ് ആണല്ലോ അകത്ത്. പ്ലസ് 4 ഇൻറ്റു y 4y പ്ലസ് ഇത് കഴിഞ്ഞല്ലോ, ബ്രാക്കറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് പ്ലസ് ബാക്കിയുള്ള 9. ഇനി എന്ത് ചെയ്യണം? ഒന്ന് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യാനായിട്ട് നമ്പറുകളെല്ലാം ഒരു സൈഡിൽ നിർത്തുന്നു, ബാക്കിയുള്ളതെല്ലാം അടുത്ത സൈഡിൽ നിർത്തുന്നു. ഞാൻ ചരങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. 10y ചരമാണ് അല്ലെ. അതായത് 10y ദെൻ പ്ലസ് എക്സ് ദെൻ 4x അതും ചരമാണ്. പക്ഷെ അതിനെന്താണ്? ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലെ, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അത് കാരണം 4x എന്തായിട്ട് മാറും? മൈനസ് 4x ആയിട്ട് മാറും. ദെൻ 4yയും ചരം തന്നെയാണ്, അതും പക്ഷെ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അതായത് മൈനസ് 4y ആയിട്ട് മാറും. പിന്നെ ഈക്വൽ ടു തീർന്നില്ല, ചരങ്ങളെല്ലാം തീർന്നു. ഇനി നമ്പറുകൾ മാത്രമേ. ഈ 9 ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിൽ തന്നെയല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് അവിടെ തന്നെ നിർത്തുന്നതുകൊണ്ട് സൈന് ചേഞ്ച് ഒന്നുമില്ല. ഇതൊന്ന് ചെറുതാക്കിക്കേ. 10y മൈനസ് 4y 6y അല്ലെ. 6y. ഇനി എക്സ് മൈനസ് 4x. അപ്പൊ എന്തായി? മൈനസ് 3x ദാറ്റ് ഈസ് ഈക്വൽ ടു 9.
ഈ ഇക്വേഷൻ എന്തോ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ സാധാരണ എക്സിലല്ലേ ആദ്യം എഴുതാറുള്ളത് അല്ലേ? അപ്പൊ എക്സിൽ ഒന്ന് ആദ്യം എഴുതിക്കും. അപ്പൊ എക്സ് ആദ്യം എഴുതുമ്പോൾ എന്താ വരും? അതിന് സൈനും കൂടെ അതിന് ചേർത്ത് പോകണം കേട്ടോ. -3x സൈൻ ചേഞ്ച് ചെയ്യത്തൊന്നുമില്ല, കാരണം ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് ഒന്നും പോകത്തില്ല. ഇത് അതേപടി തന്നെ ഫ്രണ്ടിലേക്ക് സൈൻ ചേർത്ത് ഫ്രണ്ടിലേക്ക് എഴുതുന്നു. ദെൻ പ്ലസ് 6y അല്ലെ, 6yയുടെ സൈൻ പ്ലസ് ആണ് അല്ലെ, 6y ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഇനി ഇതിന് വീണ്ടും എന്തോ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ ആദ്യം ഇങ്ങനെ മൈനസ് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് സെയിം ആക്കുമ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരത്തേ ഉള്ളൂ. അപ്പൊ അത് കാരണം ഈ മൈനസ് അങ്ങ് എടുത്ത് മാറ്റാനായിട്ട് പോവാണ്. മൈനസ് മാറ്റുന്നത് എങ്ങനെയാ? ഒന്നുമില്ല, ഇതിന് മൊത്തത്തിൽ ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അതായത് -1 ഇൻറ്റു ഈ ഇക്വേഷൻ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ -1 ഇൻറ്റു -3 3x. അടുത്തത് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6y ഈക്വൽ ടു വീണ്ടും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -9. അതായത് വരുന്ന ചേഞ്ച് തന്നെ എല്ലാത്തിന്റെയും സൈൻ മാറുന്നു, അതാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ അതിനെ ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. ഈ ഇക്വേഷൻ ഇനി എന്നാ ചെയ്യണം? സോൾവ് ചെയ്യണം അല്ലെ? അപ്പൊ അതിനുവേണ്ടി വേരിയബിൾ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയിട്ട് എടുക്കണം. ഇവിടെ നോക്കി, ഇവിടെ 4 ഇവിടെ 3 അല്ലെ? കോഎഫിഷ്യന്റ് 4 3 ആണ് എക്സിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കോമൺ ആയിട്ട് വരുന്ന 12 ആണ്. അപ്പൊ 4നെ ഞാൻ 3 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് 12 കിട്ടും. ഇവിടെയോ ഇൻറ്റു 4 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. അപ്പൊ ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ 1നെ ത്രൂ ഔട്ട് ആയിട്ട് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോഴാണ് എന്ത് വരുള്ളൂ? എക്സിന്റെ കോഎഫിഷ്യന്റ് 12 വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4x ഇൻറ്റു 3 12x. ദെൻ -5y ഇൻറ്റു 3 അതായത് -15y ഈക്വൽ ടു 0 ഇൻറ്റു 3 0 തന്നെ. അപ്പൊ ഇതിനെ ഞാൻ ഇക്വേഷൻ 3 ആയിട്ട് എഴുതി. ഇക്വേഷൻ 3 ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ചെയ്യണ്ടേ? അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്, എത്രയാകണം? 12 ആക്കണം. എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 12 കിട്ടും. അപ്പൊ ഞാൻ ഇക്വേഷനെ ത്രൂ ഔട്ട് ആയിട്ട് രണ്ടാമത്തെ ഇക്വേഷനെ ത്രൂ ഔട്ട് ആയിട്ട് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാം? 4 കൊണ്ട്. അപ്പൊ എന്ത് വരും? 3x ഇൻറ്റു 4 12x. ദെൻ -6y ഇൻറ്റു 4 -24y ദാറ്റ് ഈസ് ഈക്വൽ ടു -9 ഇൻറ്റു 4 -36. അതിനെ ഞാൻ നാലാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. ഇനി ഇത് നോക്കിയാൽ മൂന്നാമത്തെ നാലാമത്തെ ഇക്വേഷൻ എക്സിന്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 12 വെച്ചാൽ അതിന്റെ സൈനും സെയിം ആണ്. അതുകൊണ്ട് ഞാൻ അതിനെ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാണ്. മൂന്നാമത്തെ ഇക്വേഷനെ നാലാമത്തെ ഇക്വേഷൻ വെച്ച് സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാം. ഇക്വേഷൻ 3 മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് നാലാമത്തെ ഇക്വേഷൻ എന്ത് വരും നോക്കിക്കേ? 12x minus 15y equal to 0 minus 12x minus 24y equal to minus 36. Subtract ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 12x minus 12x 0. 15y minus minus 24y. അപ്പൊ എന്താ വരുന്നത്? minus 15 minus minus 24 അല്ലെ? രണ്ട് മൈനസ് കൂടെ പ്ലസ് ആയി പോയി. അപ്പൊ എന്ത് വരും? minus 15 plus 24. അപ്പോൾ എങ്ങനെയാ ചെയ്യുന്നത്? ആ ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക അല്ലെ? അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 9 അല്ലെ? വലുത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് 9 plus 9 y equal to 0 minus minus 36. അപ്പൊ എന്തായി? ആ രണ്ട് മൈനസ് ചേർന്ന് പോസിറ്റീവ് ആയി അല്ലെ? അപ്പോൾ എന്ത് വരും? 36. 9y equal to 36 എന്ന് നമുക്ക് കിട്ടിയ അങ്ങനെയാണെങ്കിൽ y equal to 36 divided by 9 that is equal to 4. അതായത് വൈയുടെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് പണി കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ വേണമെങ്കിൽ കണ്ടുപിടിച്ചാൽ പോരെ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? y equal to 4 ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാനത് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാം. അതായത് രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ അല്ലെ? അതായത് 3x minus 6 into y അതായത് 6 into 4 equal to minus 9 ഇങ്ങനെയല്ലേ കിട്ടുന്നത്? ഇപ്പൊ നോക്കിക്കേ, 3x minus 24 അല്ലെ? 6 into 4 24 equal to minus 9. ഇനി എന്ത് ചെയ്യണം? minus 24 ഇപ്പുറ സൈഡിലേക്ക് പോകണം. അതായത് 3x equal to minus 9 അവിടെ തന്നെ നിൽക്കുന്നു. minus 24 ഇപ്പോൾ വരുമ്പോൾ plus 24. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 3x equal to minus 9 plus 24 15 അല്ലെ? പോസിറ്റീവ് 15. അതായത് നമുക്ക് ഇവിടെ കിട്ടും 3x equal to 15. അങ്ങനെയാണെങ്കിൽ x equal to 15 divided by 3 that is equal to 5 എന്ന് നമുക്ക് കിട്ടും. അതായത് x 5 എന്നും y എത്രയായിട്ട് കിട്ടി? 4 എന്നും നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ നമ്പർ ഏതായിരുന്നു? ഫസ്റ്റ് ഡിജിറ്റ് 5ഉം സെക്കൻഡ് ഡിജിറ്റ് 4ഉം. അങ്ങനെയാണെങ്കിൽ നമ്പർ എത്രയാണ്? 54. നമുക്ക് എത്രയാണ് നമ്പർ കിട്ടുന്നത്? 54. അടുത്തത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ. 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? ഇപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കാനാണ് അല്ലെ? അപ്പൊ തീർച്ചയായും എന്തെടുക്കണം? രണ്ട് നമ്പറുകൾ x ആയിട്ട് y ആയിട്ട് നമുക്ക് എടുക്കാം. ഫസ്റ്റ് നമ്പർ ഞാൻ x ആയിട്ട് എടുത്തു.
സെക്കൻഡ് നമ്പറോ അത് നമ്മൾ ഡയറക്റ്റ് ബന്ധമൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്തായിട്ട് എടുത്തു y ആയിട്ട് ഞാൻ എടുത്തു. ഇനി നമുക്ക് ഇക്വേഷൻസ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, 11 ആഡഡ് ടു എ നമ്പർ ഗീവ്സ്, അതായത് ആദ്യത്തെ നമ്പറിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തു, 11 ആഡ് ചെയ്തു എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. അതായത് ഫസ്റ്റ് നമ്പറിന്റെ കൂടെ ഒരു നമ്പറിന്റെ കൂടെ എക്സിന്റെ കൂടെ 11 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, ഗീവ്സ് ട്വൈസ് അനദർ നമ്പർ. അപ്പോൾ എന്താ കിട്ടുന്നത്, രണ്ടാമത്തെ നമ്പറിന്റെ ട്വൈസ്, രണ്ടാമത്തെ നമ്പറിന്റെ 2 മടങ്ങ് അല്ലെ. ഇപ്പൊ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്താ 2 കൊണ്ട് ഗുണിക്കുകയാണ് അതിന്റെ അർത്ഥം. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചു, 2 ഇൻറ്റു y. ഇതൊന്ന് നോർമൽ ആയിട്ട് എഴുതിക്കേ. എക്സ് പ്ലസ് 11 ഈക്വൽ ടു 2y. ഇനി എങ്ങനെ എഴുതണം, നമ്പറുകൾ ഒരു സൈഡിലും ചരങ്ങൾ അടുത്ത സൈഡിലും എഴുതാം. ആദ്യം ചരങ്ങൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതാനായിട്ട് പോവുക. എക്സ് ചരമാണ് അല്ലെ, അപ്പോൾ എക്സ്, പിന്നെ ഏതാ ചരം, 2yയും ചരം തന്നെയാണ് അല്ലെ. 2yനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണ്, മൈനസ് 2y ഈക്വൽ ടു, ഇത് രണ്ടോ ചരമുള്ളൂ, 11 നമ്പർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് വരണ്ടേ, ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലേക്ക് വരണം. 11 ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നെഗറ്റീവ്, മൈനസ് 11. ഞാനിത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, 20 ആഡഡ് ടു ദ സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ നമ്പറിന്റെ കൂടെ എന്ത് ചെയ്തു, 20 ആഡ് ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, y ആണ് രണ്ടാമത്തെ നമ്പർ അല്ലെ. അപ്പൊ yയുടെ കൂടെ y പ്ലസ് 20 ആഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി, ഗീവ്സ് ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പറിന്റെ 2 മടങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇൻറ്റു എക്സ് അല്ലേ, 2 ഇൻറ്റു എക്സ്. ഇനി ഇതൊന്ന് ഓർഡർ ആക്കി എഴുതി, ചരങ്ങളല്ല ഒരു സൈഡിൽ. ഇവിടെ y ചരമാണ്, y എഴുതി. ഇനി എന്താ 20 നമ്പർ ആണ് അല്ലെ, അതുകൊണ്ട് അത് വേണ്ട. 2x ചരമാണ്, പക്ഷെ 2x ഈക്വൽ 20 ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലെ. അപ്പൊ മൈനസ് 2x ഈക്വൽ ടു 20 സംഖ്യ ആണല്ലോ, പക്ഷെ ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണ്ടേ. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ വരുമ്പോൾ നെഗറ്റീവ്, മൈനസ് 20. ഇതൊരു നോർമൽ ആയിട്ടല്ലല്ലോ കിടക്കുന്നത്, എക്സ് ആദ്യം വരണം അല്ലെ. അപ്പൊ ഞാൻ എക്സ് ഇവിടെ ആദ്യം കൊണ്ടുവരാനായിട്ട് പോവാണ്, മൈനസ് 2x ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലെ. അപ്പോൾ മൈനസ് 2x, വൈയുടെ സൈൻ പോസിറ്റീവ് തന്നെയായിരുന്നു അല്ലെ, അതുകൊണ്ട് പ്ലസ് y, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 20. ഇനി ഇവിടെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ മൈനസ് ആദ്യം നിർത്തുന്നത് വലിയ രസമൊന്നുമില്ല അല്ലെ. കാരണം എന്ത് ചെയ്യണം, മൈനസ് കളയണം. അങ്ങനെയായിരുന്നു നമ്മൾ മൈനസ് കളഞ്ഞുകൊണ്ടിരുന്നത്, ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോൾ ഞാൻ ഈക്വേഷൻ ത്രൂ ഔട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാം. അപ്പൊ -1 ഇൻറ്റു മൈനസ് 2x 2x. ഇനി ഇവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആയി, മൈനസ് y ഈക്വൽ ടു ഇവിടെ -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 20. അതായത് എല്ലാത്തിനെയും സൈൻ ചേഞ്ച് ചെയ്തു. ഇതിനെ ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. ഇപ്പത്തെ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാവോ നോക്കിക്കേ. എക്സിന്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. ഈക്വൽ അല്ല, പക്ഷെ നമുക്ക് ഈക്വൽ ആക്കാം അല്ലെ. എന്ത് ചെയ്താൽ മതി, ഒന്നാമത്തെ ഇക്വേഷൻ ത്രൂ ഔട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ജസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോഎഫിഷ്യൻസ് ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ ഞാനിവിടെ ഒന്നാമത്തെ ഇക്വേഷനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 2 ഇൻറ്റു എക്സ് 2x, ദെൻ 2 ഇൻറ്റു മൈനസ് 2y മൈനസ് 4y ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് 11 മൈനസ് 22. ഇതിനെ ഞാൻ മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. ഇനി എന്ത് ചെയ്യണം, രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിക്കേ. അതിന്റെ എക്സിന്റെ കോഎഫിഷ്യൻസ് സെയിം അല്ലേ, സെയിമുമാണ്, സെയിം സൈനുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാം. അപ്പൊ ഇക്വേഷൻ 2 നിന്ന് മൈനസ് 3 സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാം. എങ്ങനെ വരും, ആദ്യ ഇക്വേഷൻ 2 എഴുതുക. 2x മൈനസ് y ഈക്വൽ ടു 20 മൈനസ് 2x മൈനസ് 4y ഈക്വൽ ടു മൈനസ് 22. സബ്ട്രാക്ട് ചെയ്തേ. 2x മൈനസ് 2x 0. അടുത്തെന്താ, മൈനസ് y മൈനസ് 4y അല്ലെ. എന്ത് വരും, മൈനസ് y എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഒന്നല്ലേ, -1, ഇവിടെ ഒരു മൈനസ്, വീണ്ടും ഇവിടെ ഒരു മൈനസ് 4. അതായത് ഈ രണ്ട് മൈനസ് ചേർന്ന് എന്താവും, പ്ലസ് ആവും അല്ലെ. അതായത് -1 പ്ലസ് 4 പോസിറ്റീവ് 3 പ്ലസ് 3y ഈക്വൽ ടു 20 മൈനസ് 22. രണ്ട് മൈനസ് ഉണ്ടല്ലോ, രണ്ട് മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആവും അല്ലെ. അപ്പൊ എന്ത് വരും, 20 പ്ലസ് 22 എന്ന് വരും, അതായത് 42. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 3y ഈക്വൽ ടു 42 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു 42 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 42 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്, 42 ഡിവൈഡഡ് ബൈ 3, 4-നകത്ത് ഒരു പ്രാവശ്യം അല്ലെ. അപ്പൊ 3 ശിഷ്ടം 1 2 12, 12-നകത്ത് 4 3 12, റിമൈൻഡർ 0. അപ്പൊ എത്രയുണ്ട്, 14. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് 14 കിട്ടി. ഇനി എന്താ കണ്ടുപിടിച്ചാൽ മതി, എക്സിന്റെ വാല്യൂ കൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഞാനിവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുന്നത്. ഒന്നാമത്തെ ഇക്വേഷനിൽ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാം. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ എന്താ, ഇതല്ലേ ഒന്നാമത്തെ ഇക്വേഷൻ, അതായത് എക്സ് മൈനസ് 2y അല്ലെ. അപ്പോൾ 2 ഇൻറ്റു y എത്രയാണ്, 14 ഈക്വൽ ടു -11 അല്ലെ, -11. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് മൈനസ് 2 ഇൻറ്റു 14 28, ദാറ്റ് ഈസ് ഈക്വൽ ടു -11. ഇനി എക്സ് കണ്ടുപിടിക്കണം അല്ലെ. അതായത് എക്സ് ഈ സൈഡിൽ നിർത്തുക, -28 അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അതായത് എക്സ് ഈക്വൽ ടു -11 അവിടെ തന്നെ നിന്ന സാധനമാണ്, അവിടെ തന്നെ നിൽക്കട്ടെ. -28 ഈ സൈഡ് വരുമ്പോൾ +28.
ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. -11 + 28 എത്രയാ? 2 സൈൻ അല്ലേ? അതായത് വ്യത്യാസം കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. അപ്പോൾ ഇതിന്റെ വ്യത്യാസം എത്രയാണ്? 17 അല്ലേ? 17 വലുതിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് +17. അതായത് x = 17 എന്ന ആൻസർ കിട്ടും. അതായത് നമ്മുടെ ആദ്യത്തെ നമ്പർ ഫസ്റ്റ് നമ്പർ എത്രയാണ്? 17. സെക്കൻഡ് നമ്പറോ? സെക്കൻഡ് നമ്പർ 14 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ടോപ്പിക്കുകളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.